اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സുന്ദരമായ ദിനരാത്രങ്ങളിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഓരോ ഹജ്ജ് മാസം വരുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന് നൽകിയ പ്രാധാന്യവും അതുപോലെ തന്നെ അറഫയ്ക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകർ നൽകിയ പവിത്രതയും ബലിപെരുന്നാളിൻ്റെ സുന്ദരമായ സന്ദേശവുമാണ്. നാളെ 10 കിലോമീറ്റർ ചുറ്റളവുള്ള അറഫ മൈതാനിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യ സമൂഹം ഒത്തുകൂടുന്ന ഏറ്റവും സുന്ദരമായൊരു നിമിഷത്തിന് സാക്ഷിയാവുകയാണ്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ 10 കിലോമീറ്റർ ചുറ്റളവുള്ള ആ പ്രദേശം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജിന് ഒരുപാട് അർക്കാനുകളും വാജിബാത്തുകളും ഒരുപാട് സുന്നത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് അറഫ സംഗമമാണ്. അതിന് ലാഹിറായ ഒരു വശം ഉള്ളതോടുകൂടെ തന്നെ ഒരു ബാത്തിനിയായ ഒരു വശം കൂടിയുണ്ട്. നാളെയാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുടെ വാർഷിക സമ്മേളനം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകുന്ന ലാഹിറും ബാത്തിനുമായ ആത്മീയ സമ്മേളനം നാളെ അറഫ മൈതാനിയിൽ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അറഫ നടക്കുന്നത് നാളെയാണ്. നമുക്കും അറഫ മറ്റന്നാളാണെങ്കിലും അറഫ സംഗമം നടക്കുന്നത് നാളെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് ആയതുകൊണ്ട്, ഉലുൽ ഇസ്തിഫ ആയതുകൊണ്ട് ഏറ്റവും ഉന്നതമായ വലിയ മഖാമിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരും, അതിൻ്റെ തൊട്ട് താഴെ ഉലുൽ അസ്മുകളും, അതിൻ്റെ തൊട്ടു താഴെ 313ഓളം വരുന്ന മുർസലീങ്ങളും 1,24,000 വരുന്ന പ്രവാചകന്മാരും ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു വേദി. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത അക്താബുകളും അഗയാസുകളും അഫ്രാദുകളും ഔത്താദുകളും അബ്ദാലുകളും നുഖബാഉകളും നുജബാഉകളും ഒക്കെ ഒരുമിക്കുന്ന ഏറ്റവും സുന്ദരമായ വേദിയാണ്. ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന 1,24,000 അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ സമ്മേളിക്കുന്ന സുന്ദരമായ ഒരു ആത്മീയമായ വേദിയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ആ അറഫ മൈതാനിയിൽ ഒന്ന് സംഗമിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരം കൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല എങ്കിൽ പോലും. ഇപ്പം ഇന്ന് ഹജ്ജ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ. അവരൊക്കെ അറഫ മൈതാനിയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ്.
ആ ഒരു നൃത്തം മതി അവർക്ക് നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യാൻ, രക്ഷപ്പെടാൻ. കാരണം അത്രക്കും അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകളും ഫൈലാനുകളും ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഭൂമിയിലാണ് അവരെന്ത് ചെയ്യണത്, നിൽക്കുന്നത്. ഒരു തിരിച്ചറിവിൻ്റെ ഭൂമിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ അറഫാ മൈതാനിയിൽ സംഗമിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതോടുകൂടെ തന്നെ നാളെ നടക്കുന്ന ചില സ്ഥാന ആരോഹണങ്ങളുണ്ട്. ഇന്നത്തെ കുത്തുബുസ്സമാൻ, ആ കുത്തുബുസ്സമാനിനെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ആദരിക്കുന്ന ഒരു വേദിയാണത്. റിജാലുൽ ഗൈബിൻ്റെ ആളുകൾ അവരാണ്, നോമിനേഷൻ കമ്മിറ്റി അവരാണ്. ചിലപ്പോൾ കുത്തുബുസ്സമാനെ മാറ്റും, വേറെ കുത്തുബുസ്സമാനെ അവിടെ നിയമിക്കും. കുത്തുബുസ്സമാൻ വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് 2 ഇമാമാനികളിൽപ്പെട്ട ഒരാളെ കുത്തുബുസ്സമാനായിട്ട് നിയമിക്കും. ഈ 2 ഇമാമാനികളിൽ ഒരാൾ കുത്തുബുസ്സമാനായി കഴിഞ്ഞാൽ അവിടെ ഒരു വിടവ് വരും. അത് ഗൗസിൽ നിന്നോ അല്ലെങ്കിൽ ഔത്താദിൽ നിന്നോ ഒരാളെ ഇമാമാനിയാക്കും. ഔത്താദിലൊരു കുറവ് സംഭവിക്കുമ്പോൾ അബ്ദാലുകളിൽ നിന്ന് ഔത്താദിലേക്ക് ഒരാൾ വെക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾക്ക് വിലായത്തിൻ്റെ പട്ടം നൽകുന്ന ഏറ്റവും സുന്ദരമായ വേദിയാണ്, ഒരാത്മീയ വേദിയാണ്. ഒരുപാട് ആളുകളെ ഉന്നത സ്ഥാനത്തങ്ങളിലേക്ക് കയറ്റുന്ന ഒരു വേദി. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലായത്ത് തന്നിട്ട് അതിനൊരു ഭംഗം വരുത്തി ദുന്യാവിൻ്റെ പിറകെ പിന്നാലെ പോയ ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു വേദി കൂടിയാണ്. സാധാരണക്കാരാകുന്ന ആളുകളെ വിലായത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർത്തുന്ന സുന്ദരമായ വേദി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ പല രൂപത്തിൽ പല നിറത്തിലായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഇബ്രാഹീമി പാത പിൻപറ്റുന്ന ആളുകൾ ചുവപ്പ് വേഷം ധരിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ മഞ്ഞ വേഷം ധരിച്ച ആൾക്കാരുണ്ടാവും, അതുപോലെ കറുപ്പ് വസ്ത്രം ധരിച്ച ആൾക്കാരുണ്ടാവും, അതുപോലെ വെള്ള വസ്ത്രം ധരിച്ച ആൾക്കാരുണ്ടാവും. അതുപോലെ അഖ്ഫ എന്ന് പറയുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അഖ്ഫയുടെ മഖാമിലെത്തിയ ആളുകൾക്ക് പച്ച വസ്ത്രം ഉള്ളതായ ഒരു വേദി. അങ്ങനെ പച്ചയും മഞ്ഞയും ചുവപ്പും കറുപ്പും വെളുപ്പും എല്ലാ വർണ്ണത്തിലും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ നിറയുന്ന ഏറ്റവും സുന്ദരമായ വേദി. ഇനി വിശ്വാസികളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ അറഫാ സംഗമം നടക്കുമ്പോൾ, ചൊവ്വാഴ്ച അറഫാ സംഗമം നടക്കുമ്പോൾ, ആ സമയത്ത് നമുക്ക് ജസദ് കൊണ്ട് അറഫയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മൾ അറഫയിൽ എന്ത് ചെയ്യണം, ഒന്ന് പോയി വരാൻ പറ്റണം. അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകളും അൻവാറുകളും അടങ്ങുന്ന സുന്ദരമായ വേദിയിൽ ആത്മാവ് കൊണ്ടെങ്കിലും ഒന്ന് ചെന്നു പോകാൻ പറ്റുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന യോഗങ്ങളുണ്ട്, കമ്മിറ്റികളുണ്ട്, അടിയന്തര യോഗങ്ങളുണ്ട്, പല യോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ആത്മീയമായ സംഗമം നടക്കുന്നുണ്ട്. ദിനേന യോഗം ചേരുന്ന ആത്മീയമായ കമ്മിറ്റികളുണ്ട്, ആത്മീയമായ സംഗമങ്ങളുണ്ട്, ആത്മീയമായ കൂടിച്ചേരലുകളുണ്ട്. അതിൻ്റെ വാർഷികമാണ് നാളെ അറഫയിൽ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.